മാമോദീസ, കൂദാശകളുടെ കവാടം എന്നറിയപ്പെടുന്ന മാമോദീസയിൽ ഒരു ശിശുവിനെ മാമോദീസ നൽകുന്നു. ജനിച്ച ദിവസങ്ങൾക്കുള്ളിൽ ശിശുവിന് മാമോദീസ നൽകുന്നു. അപ്പം മർക്കോസ് 16:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പൊ വിശ്വസിച്ചിട്ട് സ്നാനപ്പെടണമെന്ന് മർക്കോസ് 16:16 പറയുന്നു. മാത്രമല്ല, സ്നാനപ്പെടുന്നവർക്ക് എല്ലായിടത്തും അവന്റെ വാക്ക് കൈക്കൊണ്ടവർ, വിശ്വസിച്ചവരുടെ കൂട്ടം, വിശ്വസിച്ചവർ ഏകഹൃദയത്തോടെ ചെയ്തു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവർ സ്നാനമേറ്റു. ഇങ്ങനെ പ്രാധാന്യം കാണാം. അപ്പൊ മർക്കോസ് 16:16 ഡയറക്റ്റ് പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ, അപ്പം വാക്ക് കൈക്കൊള്ളാൻ പ്രായമായവർ, ശിശു അല്ലല്ലോ. ശിശുവിന് അമ്മയെന്ന് വിളിക്കാൻ പോലും അറിയത്തില്ലാതെ ശിശു എങ്ങനെയാണ് പത്രോസ്ലിയെ പ്രസംഗിക്കുന്ന വാക്ക് കൈക്കൊള്ളുന്നത്? അപ്പൊ വാക്ക് കൈക്കൊണ്ട പക്വത, ആ വാക്ക് കൈക്കൊള്ളുന്ന പക്വതയിൽ എത്തുന്നവരല്ലേ സ്നാനപ്പെടേണ്ടി എന്നുള്ള ഒരു വാദം. അത് എങ്ങനെയാ ബൈബിളിൽ നിന്ന്? അതായത് നമ്മൾ രണ്ട് രീതിയിലും സുവിശേഷങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, മർക്കോസ് ഇങ്ങനെയാണ് പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ കഥ പറയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. മർക്കോസ് ഇങ്ങനെയാ പറയുന്നത്. മത്തായി പറയുന്നത് എന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം 28 മത്തായി സുവിശേഷകൻ പറയുന്നത്, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും, വാക്യം 19, മത്തായി 28:19, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. മത്തായിയിൽ പഠിപ്പിക്കുന്നത് പിന്നീടാണ് പറയുന്നത്, മർക്കോസിൽ പഠിപ്പിക്കുന്നത് ആദ്യമാണ് പറയുന്നത്. ഈ രണ്ട് വ്യത്യാസമുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാവും. മർക്കോസിൽ പറയുന്നത്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും. മത്തായി പറയുന്നത്, നിങ്ങൾ ലോകം പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, സുവിശേഷം പ്രസംഗിക്കുന്നല്ല, ശിഷ്യപ്പെടുത്തുവിൻ. എങ്ങനെയാണ് ശിഷ്യപ്പെടുത്തേണ്ടത്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ, മാമോദീസ നൽകുവിൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുക. കണ്ടോ, അവിടെ പഠിപ്പിക്കൽ വരുന്നത് സ്നാനത്തിന് ശേഷമാണ്. മർക്കോസിൽ വരുന്നത് സ്നാനത്തിന് മുമ്പാണ്. ഈ രണ്ട് പതിവ് സഭയിലുണ്ട്. അതാണ് എന്റെ ഒന്നാമത്തെ ഉത്തരം. ഈ രണ്ട് പതിവ് എങ്ങനെയാ എന്ന് പറഞ്ഞാൽ, മുതിർന്നവർക്ക്, ഇപ്പോ ഞാൻ മുതിർന്ന അനേകം പേർക്ക് മാമോദീസ കൊടുക്കുന്നുണ്ട്. എന്താണ്? ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് പുതിയതായിട്ട് ഇപ്പോൾ കൺവെൻഷനുകൾ നടത്തുമ്പോൾ, സുവിശേഷ ശുശ്രൂഷ ചെയ്യുമ്പോൾ ലിറ്ററലി സംഭവിക്കുന്ന എന്താണ്? പുതിയ ആളുകൾ മാമോദീസ സ്വീകരിക്കാൻ വരും. മാമോദീസ സ്വീകരിക്കാൻ വരുന്നവർക്ക് എന്ത് ചെയ്യും? ദേവാലയങ്ങളിൽ അവരെ കർത്താവിന്റെ സന്നിധിയിൽ അവരെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് ഒരുക്കി എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി മാമോദീസ കൊടുക്കും. എന്നാൽ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന മാതാപിതാക്കളുടെ കുട്ടികൾക്ക് അവർ ജനിച്ച് അധിക ദിവസം കഴിയുന്നതിന് മുമ്പ് മാമോദീസ കൊടുക്കും. എന്നിട്ട് അവരെ അതിനുശേഷം പഠിപ്പിക്കും. മർക്കോസ് സുവിശേഷം 16:16 സഭയിലുണ്ട്. മത്തായി സുവിശേഷം 28:18 മുതലുള്ളതും സഭയിൽ, രണ്ടും സഭയിലുണ്ട്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ, ഈ വിശ്വാസം ഒരാളുടെ ഒരു ഇൻഡിവിജ്വൽ വ്യക്തിപരമായ പ്രവൃത്തിയല്ല. നിങ്ങളത് മനസ്സിലാക്കാൻ എന്താണ്? ഇപ്പോൾ ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് വിശ്വസിക്കാമോ? പറ്റൂല്ലോ? നിങ്ങൾക്ക് എന്നാ തോന്നുന്നു? വിശ്വസിക്കാം. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് വിശ്വസിക്കാമോ? ബൈബിൾ പ്രകാരം വിശ്വസിക്കാമോ? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള തെളിവ്? 4 പേർ ചേർന്ന് ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് യേശുവിന്റെ അടുത്ത് വന്നപ്പോൾ അവരുടെ വിശ്വാസം കണ്ട്, ഈ മനുഷ്യനൊന്നും പറഞ്ഞായിട്ട്, ഇനി വേണേ കൗണ്ടറായിട്ട് പറയാം, ഇയാൾ ബഹളം വെച്ചില്ലല്ലോ, ഇയാൾ കൂവിയില്ലല്ലോ എന്നൊക്കെ വേണേ പറയാം. അത് വെറുതെ ഒരു ആർഗ്യുമെന്റ് എന്നേ ഉള്ളൂ. അല്ലാതെ ഈ മനുഷ്യൻ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല, മിണ്ടാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരിക്കണം. കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇവന്റെ വിശ്വാസം കൊണ്ടല്ല എന്ന്. അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നേ. കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, സുഖപ്പെട്ടു എന്നല്ല പറഞ്ഞേ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പാപം ക്ഷമിക്കുന്നതിന് ഒരാൾക്ക് മറ്റൊരാൾക്ക് വേണ്ടി വിശ്വസിക്കാമെന്നാണ് ഇതിന്റെ അർത്ഥം, അല്ലേ? അതായത് ഞാൻ വിശ്വസിച്ചാൽ, ഞാൻ ആർക്ക് വേണ്ടി വിശ്വസിക്കുന്നു ആ വ്യക്തിയുടെ പാപം കർത്താവ് ക്ഷമിക്കും, എടുത്തു മാറ്റും. എന്തുകൊണ്ടാണിത്? പാപക്ഷമ പരിപൂർണമായും ഒരു സൗജന്യ ദാനമാണ്.
ആമേൻ. അതിനുവേണ്ടി ലോകത്തൊരു വ്യക്തിയും ഒന്നും ചെയ്യേണ്ടതില്ല. അതായത് ക്രിസ്തു കുരിശിൽ മരിച്ച് നമുക്ക് തന്ന പാപമോചനം ആദ്യമായ ഒരു വ്യക്തി സ്വീകരിക്കുന്നതിന് ആ വ്യക്തിയുടെ ഒരു യോഗ്യതയുടെ വിഷയമല്ല, ആ വ്യക്തി ഒന്നും ചെയ്യേണ്ടതില്ല. ഇപ്പൊ ഞാൻ അതിന് സാധാരണ പറയുന്നൊരു ഉദാഹരണം, ഇത് നിങ്ങൾ ഇങ്ങനെ വായിച്ചെടുക്കുക. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്. വിശ്വാസം വഴി നമ്മളതിൽ പങ്കുപറ്റുന്നു. കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്. അതായത് രക്ഷ പൂർണ്ണമായും കർത്താവിന്റെ പ്രവൃത്തിയാണ്. നിങ്ങൾക്കിത് ശരിക്കും മനസ്സിലാക്കണം. മനസ്സിലായ പോലെ തോന്നും, പക്ഷെ മനസ്സിലാക്കണം. രക്ഷ പൂർണ്ണമായും ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഞാൻ എളുപ്പത്തിൽ, നിങ്ങൾക്ക് നേരമുണ്ടോ? എനിക്കാണ് നേരമില്ലാത്തത്, നിങ്ങൾക്ക് നേരമുണ്ടാ? അതെ, ഇവിടെ നോക്കിയേ, രക്ഷ പൂർണ്ണമായും കർത്താവിന്റെ പ്രവൃത്തിയാണ് എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം നിങ്ങൾ മടുത്തോ? ഇല്ല, മടുക്കുന്നവരല്ല വന്നിരിക്കുന്നത്. അതെ, ഇവിടെ നോക്കിയേ, ആദം തെറ്റ് ചെയ്തു. ആദം പഴം പറിച്ചു തിന്നു. ആദം മാനവരാശിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയ സൗഭാഗ്യങ്ങളെ നഷ്ടപ്പെടുത്തി. ഇത് മുഴുവൻ തിരിച്ചു കൊടുത്തത് ആദം കഷ്ടപ്പെട്ട് തിരിച്ചു വാങ്ങിച്ചാണോ? അല്ല. ആദം നഷ്ടപ്പെടുത്തിയത് മുഴുവൻ കർത്താവ് ദൈവം തന്നെ ഇറങ്ങി വന്ന് പരിഹാരം ചെയ്ത് തിരിച്ചു കൊടുത്തു. അപ്പൊ അതിനകത്ത് മനുഷ്യന്റെ പ്രവൃത്തി ഒന്നുമില്ല, എല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ആദം നഷ്ടപ്പെടുത്തിയത് രണ്ടാമത്തെ ആദമായ ക്രിസ്തു തിരിച്ചു തന്നത് പൂർണ്ണമായും ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി സൗജന്യദാനമാണ്. ആ സൗജന്യദാനം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. എല്ലാവർക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയാണ്. ആണോ? അതെ. ഇപ്പൊ ഞാനൊരു കുടുംബനാഥനാണെങ്കിൽ ഞാനിത് തിരിച്ചറിഞ്ഞു, ഞാനത് വിശ്വസിച്ചു. ഞാനിത് വിശ്വസിക്കുമ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞാ വീട്ടിലുണ്ട്. ആ കുഞ്ഞിന് ഈ രക്ഷ കൊടുക്കണമെന്നത് എൻ്റെ നിർബന്ധമാണ്. കാരണം എനിക്ക് കർത്താവ് സൗജന്യമായിട്ട് തന്ന ഈ രക്ഷ എൻ്റെ യോഗ്യത നോക്കിയാണോ തന്നത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചോദിക്കട്ടെ, മത്തായി എന്ന ചുങ്കക്കാരൻ്റെ വീട്ടിലേക്ക് യേശു ചെല്ലുന്നത് മത്തായി അനുതപിച്ച് വിളിച്ച് കരഞ്ഞിട്ടാണോ, അതോ യേശു അങ്ങോട്ട് കയറി ചെന്നാണോ? യേശു അങ്ങോട്ട് കയറി ആണല്ലോ. സക്കേവൂസിന്റെ വീട്ടിലേക്ക് യേശു പോയത് സക്കേവൂസ് യേശുവിന്റെ കാലേ വീണ് എൻ്റെ വീട്ടിൽ വരണേന്ന് കരഞ്ഞപ്പോഴാണോ, യേശു അങ്ങോട്ട് പോയതാണോ? യേശു അങ്ങോട്ട് പോയതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, പാപിയെ അങ്ങോട്ട് ചെന്ന് നീതീകരിക്കുന്നവനാണ് കർത്താവ്. ഫ്രീ ആയിട്ട് നീതീകരിക്കുകയാണ്. അതിന് അവൻ പ്രത്യേകിച്ചൊന്നും. പാപിയെ അങ്ങോട്ട് ചെന്ന് നീതീകരിക്കുന്നവനാണ് കർത്താവ്. ആ രക്ഷ എനിക്ക് കിട്ടി. ഞാനൊരു അപ്പനാണ്, എനിക്കൊരു കുഞ്ഞുണ്ടായി. എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട്, എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിന് അത് കിട്ടണം, നിർബന്ധമാണ്. ഇപ്പം ഞാനത് സാധാരണ പറയുന്ന ഉദാഹരണം ഇങ്ങനെയാണ്. ഒരു പാത്രം ചോക്ലേറ്റ് എടുത്ത് ഇവിടെ വെച്ചിരിക്കുന്നു. വെച്ചിട്ട് ഞാൻ എടുത്ത് വെച്ച് കാണിക്കും. എടുത്ത് വെച്ചിട്ട് ഞാൻ പറയും, ഈ ചോക്ലേറ്റ് ഞാൻ ഒത്തിരി സഹിച്ച് കഷ്ടപ്പെട്ട് മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇത് ഫ്രീ ആണ്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ് ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. പിന്നെ ഒന്നും മിണ്ടുന്നില്ല. ഒരു 1.5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു പയ്യൻ വന്നിട്ട് ഇതെടുക്കുന്നു. ഞാൻ ഒന്നും മിണ്ടുന്നില്ല. പിന്നെ ഇത് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് നിങ്ങളെ മാത്രം കരുതി ദിവസങ്ങളും മാസങ്ങളും ചെലവഴിച്ചുണ്ടാക്കിയ ചോക്ലേറ്റാണ് മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നാണ്, നിങ്ങളെ കരുതി മാത്രം കൊണ്ടുവന്നാണ്, ഇതാ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറയും. ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് ഇതെടുക്കും. പിന്നെ 2 പേര് വരും, പിന്നെ 3 പേര് വരും, പിന്നെ എല്ലാവരും കൂടെ ഓടി വന്ന് ഇതിനെ പിടിച്ചു പറയാവും. ഇതെല്ലാവരും എടുത്തുകൊണ്ട് പോവാണ്. ആ സമയത്ത് ഒരമ്മ വരും. അമ്മയുടെ ഒക്കത്തൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് ഇത് എടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് വിലപ്പെട്ട ചോക്ലേറ്റാണിത്. അപ്പം അമ്മ ആ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് ഈ ചോക്ലേറ്റ് പിടിപ്പിച്ച് അതിങ്ങനെ എടുക്കും. അതിൻ്റെ പേരാണ് ശിശു മാമോദീസ. മനസ്സിലായില്ലേ? അതായത് ഇത്ര വലിയ ഒരു രക്ഷ സൗജന്യമായിട്ട് ദൈവം തന്നിരിക്കുന്നു എന്നറിയുമ്പോൾ അതെൻ്റെ കുഞ്ഞിന് കൊടുക്കണമെന്ന് എൻ്റെ നിർബന്ധമാണ്. അത് ഞാൻ കൊടുക്കുന്നു. ഇനി അടുത്ത ചോദ്യം വരുന്നു, അപ്പോ ഇവർ വിശ്വസിക്കണ്ടേ? ഏതെങ്കിലും ഒരു കുളത്തിലോ ഏതെങ്കിലും ഒരു സ്നാനസ്ഥലത്തോ ഒരു ബന്ധക്കൊസ്ത സഹോദരൻ സ്നാനപ്പെടുമ്പോൾ ഒറ്റത്തവണയേ അവൻ വിശ്വാസം പറയുന്നുള്ളൂ. എന്നാൽ ഒരു കുഞ്ഞു മാമോദീസ സ്വീകരിച്ചിട്ട് മരിക്കുന്നത് വരെ എല്ലാ പ്രാർത്ഥനയിലും എല്ലാ കുർബാനയിലും 10,000 തവണ അവൻ ഈ വിശ്വാസം ഏറ്റുപറയും. മനസ്സിലായില്ലേ? ഈശോ പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരട്ടെ, അവരെ തടയരുത്. നിങ്ങൾ ഏറ്റവും സിമ്പിൾ ആർഗ്യുമെന്റ്, ശിശുക്കൾ എൻ്റെ അടുത്ത് വരട്ടെ, അവരെ തടയരുത്.
അവരെ പോലെയുള്ളവരുടേതാണ് ദൈവരാജ്യം. ആണല്ലോ. അപ്പൊ കർത്താവ് പറയുമോ പ്രായപൂർത്തിയാവട്ടെ അതുവരെ ദൈവരാജ്യം അവർക്ക് ഞാൻ തടഞ്ഞിരിക്കുന്നു എന്ന് കർത്താവ് പറയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എടാ, അവരെ പോലെ ഉള്ളവരുടേതാണ് ദൈവരാജ്യം. അത് ചുമ്മാ ഉപമയായിട്ട് പറഞ്ഞല്ല. കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നപ്പോ ശിഷ്യന്മാര് തടഞ്ഞപ്പോ പറയാണ് അവരെ തടയരുത്, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ അന്നേ ശിശുക്കളെ തടയുന്ന പരിപാടി ഉണ്ടായിരുന്നു. അല്ല, അത് ഇവരായിരിക്കും അന്നത്തെ. അപ്പൊ എന്താ സംഭവിക്കുന്ന വെച്ചാല്, അത് എനിക്ക് എന്നെ സംബന്ധിച്ച് അത് എനിക്ക് അങ്ങനെ ഒരു കലക്കം വരേണ്ട കാര്യമില്ല ഇതിനകത്ത്. സത്യം പറഞ്ഞാല് സത്യസന്ധമായിട്ടാണ് നമ്മൾ ഇത് കർത്താവ് ചെയ്തതിനെ കുറിച്ച് നമുക്ക് ഈ ചോദ്യങ്ങളെല്ലാം വരുന്ന ഇവിടെ. ആ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഇൻഡിവിജ്വൽ ഫെയ്ത്തില് ഒരാൾ രക്ഷപ്പെടുന്നു എന്ന ചിന്തയിലുപരി ദൈവം മനുഷ്യരെ രക്ഷിച്ചിരിക്കുന്നു. ആ രക്ഷയിൽ ഇനിയുള്ള വളർച്ചയാണ് വ്യക്തികൾക്ക് വേണ്ടിയെന്നുള്ളത്. അത് കർത്താവ് ഓൾറെഡി നമ്മളെ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടിയുള്ളതെല്ലാം ദൈവം പൂർത്തിയാക്കി കഴിഞ്ഞു. കൂദാശകൾ പോലും നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കേണ്ടതെന്നറിയാം. കൂദാശകള് ഈ കർത്താവ് കാൽവരി കുരിശിൽ വിളമ്പി വെച്ചത്, തയ്യാറാക്കി വെച്ചത്, അപ്പം വർദ്ധിപ്പിച്ച സമയത്ത് ശിഷ്യന്മാരുടെ കൊടുത്തിട്ട് പറഞ്ഞില്ലേ, വിളമ്പാൻ പറഞ്ഞില്ലേ, അങ്ങനെ സഭ വിളമ്പുന്നതാണ് കൂദാശകൾ. മനസ്സിലായില്ലേ? കർത്താവ് കുരിശിൽ നേടിത്തന്ന സഭ എന്തെങ്കിലും പുതുതായിട്ട് ഉണ്ടാക്കുകയാണോ? ഒരച്ഛൻ രാവിലെ എഴുന്നേറ്റ് 3 മണി മുതൽ കൈവിരിച്ച് മെറ്റിലിൽ നിന്ന് മുട്ടുകുത്തി അച്ഛൻ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഇന്നത്തെ ബലിപീഠത്തിൽ ഈ വെച്ചിരിക്കുന്ന അപ്പം വിശുദ്ധ കുർബാനയാവുമെങ്കിൽ അത് ശരിയായിരുന്നേനെ. അച്ഛൻ, നിങ്ങൾ സഭ പഠിപ്പിക്കുന്നറിയാമോ? അച്ഛൻ കൂട്ടിയ, തെറ്റിദ്ധരിക്കല്ലേ, അച്ഛൻ കൂട്ടിയ ഒരാളെ കൊന്നിട്ട് വന്നാണ് ഈ ബലി അർപ്പിക്കുന്നതെങ്കിലും ആ കുർബാന, ആ അപ്പം യേശുവിന്റെ ശരീരമായി മാറിയിരിക്കും. അത് യേശുവിന്റെ പ്രവൃത്തിയല്ല, അത് അച്ഛന്റെ പ്രവൃത്തിയല്ല, യേശുവിന്റെ പ്രവൃത്തിയാണ്. ഇയാളത് എടുത്തു കൊടുക്കാനുള്ള ആള് മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നില്ലേ? ഇനി നിങ്ങൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, ആ അച്ഛൻ ഒരു പാപിയാണെന്ന് എനിക്കറിയാം. ഓക്കെ, ആ അച്ഛൻ്റെ അടുത്ത് എനിക്ക് കുമ്പസാരിക്കാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ആ അച്ഛൻ എന്ത് കൊടിയ പാപിയാണെങ്കിലും അച്ഛന്റെ വിശുദ്ധിയിൽ നിന്നല്ല നിനക്ക് പാപമോചനം തരുന്നത്, യേശുവിന്റെ വിശുദ്ധിയിൽ നിന്നാണ്. മനസ്സിലായില്ലേ? അച്ഛന്റെ വിശുദ്ധിയിൽ നിന്നല്ല നിനക്ക് പാപമോചനം തരുന്നത്, യേശു നേടിത്തന്ന വിശുദ്ധിയാണ്. അച്ഛൻ ഇതാരാണ്? റേഷൻ കടയിൽ അരി എടുത്ത് കൊടുക്കുന്ന പോലെ ഉള്ളൂ. മനസ്സിലാവുന്നില്ലേ? അപ്പൊ അത് അച്ഛന്മാർക്ക് അവന് ബോധ്യം ഉണ്ടാവണം. കാരണം എന്താണ്? ഇത് ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് എടുത്ത് വിളമ്പി കൊടുക്കുകയല്ല, മറിച്ച് അപ്പൊ ഞങ്ങൾ അച്ഛന്മാർക്ക് ആ ബോധ്യമുണ്ട്. ഇത് എന്റെ കർത്താവ്, ഞാൻ എന്നോട് തന്നെ 1000 തവണ പറയുന്നത് അതാണ്. അതായത് നിന്നെ ഞാൻ പള്ളിയിൽ കയറ്റില്ല, നീ വരണ്ട എന്ന് പറയാൻ എനിക്ക് റൈറ്റ് ഇല്ല. കാരണം ഇതെന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അല്ല. ഞാൻ നിങ്ങൾ മടുക്കാതിരിക്കാൻ വേണ്ടി ഒരു കഥ പറയാം. ഓക്കെ, ഒരു പള്ളിയില് ഭയങ്കര വഴക്ക് നടക്കുകയാണ്. പള്ളി കുർബാനയെല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കര വഴക്ക്. അപ്പോൾ ആ വഴക്കിൻ്റെ സമയത്ത് ഈ കാർന്നൂര് കയറി അച്ഛൻ്റെ അടുത്ത് ചൂടായി. അപ്പം അച്ഛൻ, ഈ കാർന്നൂരുടെ വീട്ടിൽ നിന്ന് തന്നെയല്ലേ അച്ഛൻ വരുന്നേ, അച്ഛൻ അതിനേക്കാളും ചൂടായിട്ട് അച്ഛൻ പറഞ്ഞു ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. അപ്പോൾ കാർന്നൂര് എന്നാ പോവാം. അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരണം. പടിക്കെട്ടിറങ്ങി വിഷമിച്ചാ വരുന്നേ. ഇറങ്ങി താഴെ വന്ന് ഏറ്റവും അവസാനത്തെ പടിയിലെത്തിയപ്പോഴാണ് വല്യപ്പൻ ചിന്തിക്കുന്നത്, എൻ്റെ വല്യപ്പനെ അടക്കിയത് ഈ പള്ളിയിലാണ്. എൻ്റെ വല്യപ്പനെ എല്ലാം ചേർന്നാണ് ഈ പള്ളി ഉണ്ടാക്കിയത്. എൻ്റെ വല്യപ്പനെ അടക്കിയത് ഈ പള്ളിയിലാണ്. എൻ്റെ അപ്പനെ അടക്കിയത് ഈ പള്ളിയിലാണ്. എന്നെ അടക്കേണ്ടത് ഈ പള്ളിയിലാണ്. എൻ്റെ മക്കളെ മാമോദിസ മുക്കി ഈ പള്ളിയിലാണ്. അവർക്ക് ആദ്യ കുർബാന കൊടുത്ത് ഈ പള്ളിയിലാണ്. എൻ്റെ മക്കള് മരിക്കുമ്പോൾ അവരെ അടക്കേണ്ടത് ഈ പള്ളിയിലാണ്. അവരുടെ കല്യാണം നടന്ന ഈ പള്ളിയിലാണ്. അച്ഛൻ വന്നിട്ടും 3 കൊല്ലം ആയുള്ളൂ. അച്ഛൻ 2 ദിവസം കഴിഞ്ഞ് പോവുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ ഞാനല്ലല്ലോ ഇവിടുന്ന് പോകേണ്ടത്, അച്ഛനല്ലേ പോകേണ്ടത്. എന്നിട്ട് ഇങ്ങനെ പടി മുഴുവൻ തിരിച്ചു കയറിയിട്ട് മേളിൽ ചെന്നിട്ട് അപ്പം അച്ഛൻ ചോദിച്ചു, പോയില്ലെന്ന് ചോദിച്ചു. പോയില്ലെന്ന് പറഞ്ഞു. എന്താ പോവാത്തെ? ഞാൻ അല്ലല്ലോ പോകേണ്ടത്, അച്ഛനല്ലേ 4 ദിവസം കഴിഞ്ഞ് പോകേണ്ടത്. അച്ഛൻ പറഞ്ഞു, എന്നാ പിന്നെ കയറിയിരിക്കാൻ പറഞ്ഞു. അതായത് ഇതെല്ലാം എടുത്തു കൊടുക്കാനുള്ളവരാണ്. ഇത് മുഴുവൻ കർത്താവ് സകലർക്കും വേണ്ടി നേടിത്തന്ന രക്ഷ എടുത്തു കൊടുക്കുന്ന ആളാണ് സഭ. സഭ എങ്ങനെയാണ് സഭയെ കാണുന്നത്? സഭ അങ്ങനെയാണ് സഭയെ കാണുന്നത്, ദൈവിക രഹസ്യങ്ങളുടെ കാര്യവിചാരകരായിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം വിശുദ്ധ കുർബാന, അത് നിങ്ങളുടെ റൈറ്റാണ്. ഞാൻ ആളുകളോട് പറയും, നിങ്ങളെ അച്ഛൻ കുമ്പസാരിപ്പിച്ചില്ലെങ്കിൽ അച്ഛനോട് നന്നായിട്ട് ചെന്ന് ദേഷ്യപ്പെട്ടിട്ട് മര്യാദയ്ക്ക് കുമ്പസാരിപ്പിക്കാൻ പറയണം. കാരണം അത് നിങ്ങളുടെ അവകാശമാണ്.
അച്ഛാ ഞങ്ങൾക്ക് കുർബാന വേണം, ഞങ്ങളുടെ അവകാശമാണത്. കാരണം എന്താണ്? എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി നേടിത്തന്ന രക്ഷ എനിക്ക് വിളമ്പിത്താ, അതിൻ്റെ രക്ഷയുടെ സൽഫലങ്ങളെല്ലാം എനിക്ക് താ. അതാണ് സഭ. അപ്പൊ കണ്ടോ, സഭയുടെ ഡയമെൻഷൻ മുഴുവൻ മാറി. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ വിശ്വാസത്തിൽ ഒരുത്തൻ ബലഹീനനാണ്, അപ്പൊ അവന് വേണ്ടി ആര് പ്രാർത്ഥിക്കും? നമ്മളിപ്പോൾ, അതായത് ഒരു കാലത്ത് കർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ പള്ളിയിൽ ആളുകൾ വരാത്തതിനെ കുറിച്ച് ആളുകളെല്ലാം വഴക്ക് പറയായിരുന്നു. ഞങ്ങൾ സാധാരണഗതിയിൽ ഈ പള്ളി വരാത്തവരെ പറയുന്ന മുഴുവൻ വഴക്കും കേൾക്കുന്ന ആരാണ്? പള്ളി വരുന്നവരാണ്. അത് ഭയങ്കര തമാശാണത്. അതായത് ഈ വരാത്തവനെ വിളിക്കുന്ന മുഴുവൻ തെറിയും കേൾക്കുന്ന ആരാണ്? വെളുപ്പിനെ വന്നവനാണ്. അപ്പൊ അങ്ങനെ ഈ ആ പള്ളിയിൽ പെരുന്നാളിന് ആള് വരുന്നില്ല, വചന പ്രഘോഷത്തിന് ആള് വരുന്നില്ല, കുർബാനയ്ക്ക് ആള് വരുന്നില്ല, ഇങ്ങനെ പറഞ്ഞ കാലത്ത് ഒരിക്കൽ കർത്താവ് എനിക്ക് പറഞ്ഞു തന്നാണ്, ഇങ്ങനല്ല നീ പറയേണ്ടത്, ഇങ്ങനല്ല നീ പറയേണ്ടത്. പിന്നെ എങ്ങനെ പറയേണ്ടത്? നീ പറയേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? അതായത് നീ ഒരു ധ്യാനം വെച്ചു, ആ ധ്യാനത്തിന് നീ പറഞ്ഞ ഒരാൾ വന്നില്ല, 50 കുടുംബം വന്നില്ല. ഓക്കെ, സാധാരണഗതിയിൽ ഒരു പഴയ അച്ഛനാണെങ്കിൽ പറയാൻ എന്ന് പറഞ്ഞാൽ സുവിശേഷം അറിയാത്തൊരച്ഛനാണെങ്കിൽ പറയാൻ സാധ്യതയുള്ള എന്താണ്? ഞാനിവിടെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ധ്യാനം ക്രമീകരിച്ചു, സജിത്ത് ബ്രദറിനെ വിളിച്ചു, നിങ്ങളാരും വന്നില്ല, നീയൊക്കെ മക്കള് പഴിച്ചു പോകുമ്പം പഠിച്ചോളും. അല്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല, ഞാൻ എക്സ്ട്രീം പറഞ്ഞാണ്, അങ്ങേറ്റം പറഞ്ഞാണ്. അതായത് നീയൊക്കെ അനുഭവിക്കുമ്പം പഠിച്ചോളൂ. ഇത്രയും നല്ലൊരു സൗകര്യം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് നിനക്കൊന്നും വരാൻ സമയമില്ല, നീയൊക്കെ അനുഭവിക്കുമ്പോൾ പഠിച്ചോളൂ. കർത്താവിനെ തിരുത്തി എങ്ങനെയെന്നറിയാമോ? അതായത് നീ അങ്ങനല്ല പറയേണ്ടത്. നീ പറയേണ്ടത് എങ്ങനെയെന്നറിയാമോ? മക്കളെ, ഇവിടെ ഒരു ധ്യാനം വെച്ചിട്ട് 50 കുടുംബത്തിന് വരാൻ പറ്റിയില്ല, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്ക് ഈ ധ്യാനത്തിന് 5 ദിവസവും കിട്ടിയ കൃപ നിങ്ങളുടെ വീട്ടിൽ കിട്ടാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതാണ് സഭ. വരാത്തവനെല്ലാം വിധിക്കാനുള്ള ആളല്ല സഭ, വരാത്തവന് വേണ്ടി സഹിക്കാനുള്ളതാണ് സഭ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് അതിനെ. അപ്പൊ അതുകൊണ്ട് ഇതാണ് കർത്താവ് നമ്മളെ ദൈവിക രഹസ്യങ്ങളുടെ. ഓക്കെ, നമ്മുടെ വിഷയമെല്ലാം മാറിപ്പോയി. എന്ത് പറഞ്ഞപ്പോഴേ? ഇൻഡിവിജ്വൽ ഫെയ്ത്ത് അല്ല, ഒരു കുടുംബമാണിത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഹെബ്രായർ 12:24 മുതലുള്ള വാക്യങ്ങൾ പറയുന്നില്ലേ? അതായത് നിങ്ങൾ വന്നിരിക്കുന്നത് സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്ക്, അസംഖ്യ ദൂതന്മാരുടെ സമൂഹത്തിലേക്കും, നീതീകരിക്കപ്പെട്ട പരിപൂർണരാക്കപ്പെട്ട ആത്മാക്കളുടെ അടുത്തേക്കും. ഞാനും എൻ്റെ കർത്താവും, സ്തോത്രം, അതല്ല സഭ. മറിച്ച് ഞാനും എൻ്റെ കർത്താവും, എൻ്റെ കർത്താവിൻ്റെ അമ്മയും, അവൻ്റെ സഹോദരന്മാരും, ശിഷ്യന്മാരും, വിശുദ്ധരും, മാലാഖമാരും, ശുദ്ധീകരണ സ്ഥലത്തുള്ളവരും, മരിച്ചവരും, ജീവിച്ചിരിക്കുന്നവരും, പള്ളി വരാത്തവരും എല്ലാം ചേർന്ന യേശുവിന്റെ ശരീരത്തിന്റെ പേരാണ് സഭ. നമ്മൾ വന്നിരിക്കുന്നത് യേശുവും ഞാനും തമ്മിലുള്ള ഒരൊറ്റപ്പെട്ട ബന്ധത്തിലേക്കല്ല, ഒരു കുടുംബത്തിലേക്കാണ്. ഈ കുടുംബത്തിൽ ഒരുത്തൻ ആരോഗ്യമില്ലെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് അവനെ ആരോഗ്യം. ഇതാണ് സഭ. കണ്ടോ? അപ്പൊ അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ അവൻ പള്ളി വരുന്നില്ല, അവനെല്ലാം നരകത്തി, അവനെല്ലാം നരകത്തി. ഇങ്ങനൊരു സാധനം നമ്മുടെ തലയിൽ വരും. നമ്മൾ പരിചയരായിട്ട് മാറും. നിങ്ങൾ സുവിശേഷം അറിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ആദ്യം ഉണ്ടാവുന്നത് 2 കാര്യങ്ങളാണ്. ഞാൻ രാവിലെ പറയായിരുന്നു. 1, നിങ്ങളുടെ പേടി മാറും, സുവിശേഷം ശരിക്കറിഞ്ഞാൽ. 2, നിങ്ങൾക്ക് അഗാധമായ കരുണയുണ്ടാവും സുവിശേഷം അറിഞ്ഞാൽ. സുവിശേഷം അറിയാത്തവര് ഭയങ്കര പേടിക്കുന്നവരും പേടിപ്പിക്കുന്നവരും ആയിരിക്കും. 1. 2, അവര് വലിയ കട്ട പരിചയരായിരിക്കും. എല്ലാവരെയും ജഡ്ജ്മെന്റ്. അവര് ശരിയല്ല, അവര് ശരിയല്ല, അവര് ശരിയല്ല, അവര് ശരിയല്ല, ഇവര് ശരിയല്ല. 1 കൊരിന്തോസ് 7:14 ഇത് തന്നെയാണല്ലോ അച്ഛാ പറയാം. എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുന്നു, ഈ സ്ഥിതിയിൽ അവർ വിശുദ്ധരാകും. കണ്ടോ? ഭർത്താവ്, അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിനിയായ ഭാര്യ മൂലം വിശുദ്ധീകരിക്കപ്പെടുന്നു. കണ്ടോ? അതുകൊണ്ട് വിട്ടുകൊടുക്കരുത്. മക്കള് വിശ്വാസികളായ, അല്ലെ? അതായത് അവിശ്വാസിയായ ഭർത്താവിലും വിശ്വാസിനിയായ ഭാര്യയിലും ഉണ്ടായ മക്കള് ഈ അമ്മയുടെ വിശ്വാസം കൊണ്ട് വിശുദ്ധരാണ്. അപ്പം മക്കള് വിശുദ്ധരാകുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അതെ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആളുകൾക്ക് വ്യക്തമാണെന്നാണ് എൻ്റെ ധാരണ. ഈ ഇൻഡിവിജ്വൽ ഫെയ്ത്തിന്റെ അത് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റിയിൽ ഒന്ന്, കാരണം ഈ ഫെയ്ത്ത് ബേസ്ഡ് ആയിട്ടുള്ള നീ വിശ്വസിച്ചില്ല നിനക്ക് സൗഖ്യം കിട്ടിയില്ല, ഞാൻ വിശ്വസിച്ചു എനിക്ക് സൗഖ്യം കിട്ടി, എല്ലാം ഈ വിശ്വാസം സോളാ ഫെയ്ഡിയ എന്ന് പറയുന്ന ഒരു ഈ പരിച്ഛേദനവും മാമോദിസയും തമ്മിലുള്ള ബന്ധം എടുത്തിട്ടുണ്ടോ? ഒരു നമ്മുടെ ക്ലോസൻസിലെ 2 അതൊന്ന് അച്ഛൻ പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതായത് പഴയ നിയമത്തിലെ പരിച്ഛേദനയും പുതിയ നിയമത്തിലെ മാമോദീസയും തമ്മിലുള്ള ബന്ധം. കൊളോസ്സോസ് 2:14. കൊളോസ്സോസ് 2
11 മുതൽ ഞാൻ വായിക്കാം, 10 മുതൽ വായിക്കാം. കൊളോസോസ് 2:10 മുതൽ, എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. ഇത് കേട്ടാൽ മതി നിങ്ങൾ. അവനിൽ നിങ്ങളും പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു. പുതിയ നിയമവിശ്വാസികളോട് പറയാണ് നിങ്ങളും പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു. നമ്മൾ പരിച്ഛേദനം സ്വീകരിച്ചിട്ടില്ല. പക്ഷെ പൗലോസ്ലീഹ പറയാണ് നിങ്ങളും പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു. കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനമല്ല, ശരീരത്തിന്റെ അധമവാസങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ക്രിസ്തുവിന്റെ പരിച്ഛേദനം. അതായത് പഴയ നിയമത്തിലെ പരിച്ഛേദനം അല്ല, ക്രിസ്തുവിന്റെ പരിച്ഛേദനം. എന്നിട്ട് 12ാമത്തെ വാക്യം പറയാണ് ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. ആ പരിച്ഛേദനം പൗലോസ്ലീഹ പറയാണ് അതാണ് എന്ത്? ജ്ഞാനസ്നാനം. അപ്പൊ ഈ ബന്ധം നിങ്ങൾ പരിശോധിച്ചാൽ ഇത് വളരെ എളുപ്പമാണ് ഇത് മനസ്സിലാക്കാൻ. ഈ സഭയാണ് വിശ്വസിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. എന്താണ്? ജ്ഞാനസ്നാനവും പരിച്ഛേദനവും തമ്മിൽ പൗലോസ്ലീഹ ബന്ധപ്പെടുത്തിയിരിക്കുന്നു. പരിച്ഛേദനം, അബ്രഹാം വിശ്വസിച്ചു പരിച്ഛേദനത്തിന്റെ ആരംഭത്തിൽ. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് വിശദമായിട്ട് ബാക്കിയെടുത്ത് പറഞ്ഞാൽ നേരമില്ലാത്ത ഞാൻ ഓടിച്ചു പോവാണ്. അതായത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അപ്പോൾ ആ വിശ്വാസത്തിന്റെ അടയാളമായിട്ട് അവൻ പരിച്ഛേദനം സ്വീകരിച്ചു. അപ്പോ അവൻ പരിച്ഛേദനം സ്വീകരിക്കുമ്പോൾ അബ്രഹാം മാത്രമാണ് യേശുക്രിസ്തു ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതായി നമ്മൾ കാണുന്നത്. സാറ വന്നേറ്റ് പറയുന്നിട്ട് കാണുന്നുണ്ടോ? ഇല്ല. ഇസഹാക്ക് വന്നേറ്റ് പറയുന്നിട്ട് കാണുന്നില്ല. ഇനി മാത്രമല്ല, അവിടെ പറയുന്നത് നിന്റെ വീട്ടിലുള്ളവരും പരദേശികളും നിന്റെ കുടുംബത്തിലുള്ള വേലക്കാര് എല്ലാം പരിച്ഛേദന സ്വീകരിക്കണം. അവരാരെങ്കിലും ഈ ദൈവത്തിൽ വന്ന് വിശ്വാസം ഏറ്റു പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. അപ്പോ അവരെല്ലാം പരിച്ഛേദനം സ്വീകരിച്ചത് ആരുടെ വിശ്വാസത്തിന്റെ ബലത്തിലാണ്? അബ്രഹാമിന്റെ വിശ്വാസം. കുടുംബനാഥൻ വിശ്വസിച്ചു, കുടുംബാംഗങ്ങളും വേലക്കാരും എല്ലാം പരിച്ഛേദന സ്വീകരിച്ചു. മനസ്സിലായോ? അപ്പോ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു സഭ, ആ സഭയിൽ അനേകം ആളുകൾ യേശുക്രിസ്തു വഴി വന്ന ഈ രക്ഷയിൽ വിശ്വസിക്കുന്നു, ആ വിശ്വാസത്തിൽ ജീവിക്കുന്നു. അവരുടെ വിശ്വാസം ഈ തിരിച്ചറിവില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് കൂടി ആ രക്ഷ കൊടുക്കുന്നതിനായി അവർ പ്രയോജനപ്പെടുത്തുന്നു. അപ്പൊ ഈ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇതൊരു സ്നേഹത്തിൽ നിന്ന് ഇത് മനസ്സിലാവും. ഞാനും എൻ്റെ വിശ്വാസവും എൻ്റെ രക്ഷയും ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നവർക്ക് ഇതൊരിക്കലും മനസ്സിലാവില്ല. അതായത് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവിന്റെ ഒരു ഹൃദയം നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് സഭ എന്താന്ന് മനസ്സിലാവും. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും സഭ മനസ്സിലാവില്ല. ഞങ്ങൾ കുറച്ചു പേര് മാത്രം ഒരിക്കലും ഒരു ആകാശക്കപ്പൽ വന്ന് കൊണ്ടുപോകാനിരിക്കുന്ന കുറച്ച് ആളുകളെന്ന് വിചാരിക്കുന്ന ആർക്കും ഇതൊരിക്കലും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, മനസ്സിലാവില്ല ഇത്. മറിച്ച് ഈ നാട്ടിലെ ഹിന്ദുവും മുസ്ലിമും നിരീശ്വരവാദിയും കമ്മ്യൂണിസ്റ്റുകാരനും ദൈവത്തെ അറിയാത്തവനും കഞ്ചാവിന്റെ ലഹരി കിടക്കുന്നവനും എല്ലാവരെയും രക്ഷിക്കാനാണ് എൻ്റെ കർത്താവ് വന്നത്. എൻ്റെ ജോലിയാണ് അവരെ ഈ രക്ഷയിലേക്ക് ആനയിക്കുക. എൻ്റെ ജോലിയാണ്. അവല്ലാതെ എനിക്ക്, അതായത് നിങ്ങൾ സഭയുടെ ഹൃദയം എന്താണെന്നറിയാം. ഞങ്ങൾ രാവിലെ സംസാരിക്കുമ്പോൾ പറയായിരുന്നു, കാറ്റക്കിസം നമ്പർ 1037 നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. 1037 എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി സഭ അനുദിനം തൻ്റെ നാഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഇതാണ് സഭയുടെ ഹൃദയം. എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത് ഞങ്ങൾ കുറച്ച് പേര് വിശ്വസിച്ചു, ഞങ്ങൾ മാത്രം ഇതാ രക്ഷപ്പെടാൻ പോകുന്നു, ബാക്കി എല്ലാവരെയും പീഡിപ്പിക്കാനായിട്ട് കർത്താവ് പതുക്കെ മറനീക്കി വരാൻ പോകുന്നുണ്ട്. അതല്ല, മറിച്ച് നമ്മുടെ ജോലിയാണ് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ. നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവർക്കും വേണ്ടി നമ്മൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും പരിഹാരം ചെയ്യുകയും ഒക്കെ ചെയ്യാനുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് സ്നേഹത്തിന്റെ അടയാളമാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ കുടുംബത്തെ ആരെങ്കിലും വിശ്വാസത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കില്ലേ? കർത്താവിന് വിളിച്ചപേക്ഷിക്കില്ലേ? ദൈവമേ ഒരു കൃപ കൊടുക്കണേ പ്രാർത്ഥിക്കില്ലേ? എല്ലാം ഒരു സ്നേഹത്തിനാണ് നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അവരെല്ലാം നശിച്ചു, നിങ്ങളെല്ലാം നമ്മുടെ കുടുംബത്തിൽ വന്നില്ല, നിങ്ങളെല്ലാം നശിക്കാൻ നരകത്തിലുള്ളവരാണ്. സ്നേഹമുള്ളവർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ കൊളോസ്യർ 2:14 പറയുന്ന പരിച്ഛേദനയെ സ്നാനമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ 8ാം നാളിൽ പരിച്ഛേദനയേറ്റ കുഞ്ഞിനെ ദൈവം അംഗീകരിച്ചു അല്ലേ? അതായത് യഹൂദ മതത്തിൽ പരിച്ഛേദിതരായ എല്ലാ ആളുകളും പരിച്ഛേദന സ്വീകരിക്കുന്ന 8ാമത്തെ ദിവസമാണ്, കുഞ്ഞായിരിക്കുന്ന സമയത്താണ്. ആ പരിച്ഛേദനത്തോടുകൂടി അവൻ യഹൂദനായിട്ട് മാറി. വലുതാകുമ്പോ പിന്നെ ഒന്നുകൂടെ പരിച്ഛേദന കഴിക്കുന്നില്ല. 8 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ ദൈവം അംഗീകരിച്ചു. അതായത് വിശ്വാസത്തിന്റെ ഒരു കുടുംബത്തിലേക്ക് പിറന്നു വീഴുന്ന ഒരു കുഞ്ഞ് സത്യത്തിൽ പിറന്നു വീഴുന്നത് എങ്ങോട്ടാണ്? വിശ്വാസത്തിലേക്കാണ്, ഉടമ്പടിക്കകത്തേക്കാണ്. ഈ കുടുംബത്തിനകത്തേക്കാണ് പിറന്നു വീഴുന്നത്. ആ കുടുംബത്തിനകത്തേക്ക് പിറന്നു വീഴുന്ന കുഞ്ഞ് കർത്താവിലുള്ള വിശ്വാസം അവന്റെ മാതാപിതാക്കന്മാരും കുടുംബവും വഴി ഓൾറെഡി ഏറ്റുപറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ കുട്ടികളെല്ലാം തന്നെ വളർന്നു വരുമ്പോൾ കർത്താവിനെ തള്ളിപ്പറയല്ലോ. ഒരു ചെറിയ ശതമാനം എക്സെപ്ഷൻസ് ഒഴിച്ചാൽ ബാക്കി എല്ലാവരും തന്നെ എന്ത് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ കുഞ്ഞുനാളിൽ മാമൂസ സ്വീകരിച്ച ഒരാളാണ്. തിരിച്ചറിവില്ലാത്ത കാലത്ത്
എനിക്ക് വിശ്വാസത്തിന് ഒരു നഷ്ടവും വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മദർ തെരേസ, അൽഫോൻസാമ, ഇവരൊക്കെ കുഞ്ഞുനാളിൽ മാമോദിസ സ്വീകരിച്ചവരാണ്. അവരൊക്കെ മോശക്കാരായിട്ട് മാറിയില്ലല്ലോ. ഇപ്പൊ ഈ അച്ഛൻ്റെ ഈ മെസ്സേജ് എപ്പോഴും കേൾക്കുമ്പോൾ യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തി, ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസിന്റെ ഒരു വലിയൊരു എൻലൈറ്റ്മെന്റ്, അത് ഇപ്പം മുമ്പ് കുദാശയുടെ കാര്യം പറഞ്ഞപ്പോഴും അദൃശ്യ ദൈവത്തിന്റെ വരദാനത്തിന്റെ ദൃശ്യ പ്രതീകമെന്ന് പറയുന്ന ആ ഒരു അതുകൂടെ ഒന്ന് വിശദീകരിച്ചാലേ ഞങ്ങൾക്ക്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രക്ഷ പൂർണ്ണമായും ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. പൂർണ്ണമായും രക്ഷ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. രക്ഷ കൃപയാലാണ് നടക്കുന്നത്. കൃപയാലാണ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഗ്രേസ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും. കൃപയെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അത് യേശുക്രിസ്തു വഴി ദൈവം, അതാണ് അവിടുന്ന് എന്താണ് പറഞ്ഞത്? ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് കുടിച്ചിട്ട് പറഞ്ഞു എല്ലാം. അതിനെക്കുറിച്ച് പറയുന്നത് അതൊരു രാജാവിന്റെ വിജയഭേരിയാണ് എന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. വിജയഭേരിയാണ്, ഒരു രാജാവിന്റെ അട്ടഹാസമാണത്, യുദ്ധത്തിൽ ജയിച്ചു കഴിയുമ്പോൾ. അങ്ങനെയാണ് പറയുന്നത്, അതിനെ അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോ അപ്രകാരം കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടതെല്ലാം പൂർത്തീകരിച്ച് അത് തിരുസഭയിലൂടെ നമുക്ക് അവൈലബിൾ ആക്കിയിരിക്കുകയാണ്. നമ്മുടെ ജോലി എന്താണ്? നമ്മൾ സുവിശേഷം വഴി ഇത് തിരിച്ചറിയുന്നു. എന്ത് തിരിച്ചറിയുന്നു? എന്റെ കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. സുവിശേഷ പ്രഘോഷണം വഴി നമ്മളത് തിരിച്ചറിയുന്നു. തിരിച്ചറിഞ്ഞ നമ്മൾ അത് സ്വീകരിക്കുന്നു. നമുക്ക് തിരിച്ചറിവില്ലെങ്കിൽ നമുക്ക് വേണ്ടി മാതാപിതാക്കള് നമ്മളെ എടുത്തുകൊണ്ട് പോയി അത് സ്വീകരിപ്പിക്കുന്നു. ഇനി ഈ കൃപ നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നീടുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്താണ്? ഈ കൃപയോടുള്ള സഹകരണമാണ്. മനസ്സിലായോ? അതായത് ഈ എനിക്ക് കിട്ടിയ ആ ദൈവകൃപയോട് ഞാൻ എന്ത് ചെയ്യുന്നു? കൂടുതൽ അറിഞ്ഞ് അതിനോട് സഹകരിക്കുന്നു. അവിടെയും നമ്മുടെ പ്രവൃത്തി നമ്മളല്ല ചെയ്യുന്നത്. ആരാണ് ചെയ്യുന്നത്? കൃപയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. എന്നിൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എല്ലാവരെയും കൂടുതൽ ഞാൻ അധ്വാനിച്ചു, എങ്കിലും ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ്. അതുകൊണ്ട് അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. അപ്പോ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് നമ്മൾ ഇനി കർത്താവെല്ലാം ചെയ്തു ഞാൻ കൈയും കെട്ടിയിരിക്കാം എന്നുള്ളതല്ല. ഇതിനകത്തുള്ള വലിയൊരു തെറ്റിദ്ധാരണ എന്തെന്നറിയാമോ? അനേക ആളുകൾ നമ്മൾ സുവിശേഷം പറയുമ്പോൾ കുറ്റപ്പെടുത്തുന്നത്, എന്നാ പിന്നെ ഇനി കുറച്ച് പാവമൊക്കെ ചെയ്യാമല്ലോ, എന്ത് വേണം ചെയ്താലും കുഴപ്പമില്ല, കള്ളു കുടിച്ചാൽ കുഴപ്പമില്ലല്ലോ. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്നെ കേട്ടെ, യഥാർത്ഥത്തിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ, യഥാർത്ഥത്തിൽ, അതുകൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ പറയുന്നത്, ഈ ഹൃദയം കൊണ്ട് ഒരു വ്യക്തി യേശുവിനെ വിശ്വസിച്ചാൽ അവന്റെ ജീവിതത്തിലെ പ്രവർത്തികളിലൂടെ അത് വെളിപ്പെട്ടിരിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ആരെങ്കിലും പ്രവൃത്തികൾ അത് വെളിപ്പെടുന്നില്ലെങ്കിൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, അവനിത് ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ടില്ല. ഈ വിശ്വാസത്തിനകത്ത് തന്നെ അനുസരണമുണ്ട്. വിശ്വാസത്തിനകത്ത് തന്നെ എന്തുണ്ട്? അനുസരണമുണ്ട്. അതായത് ഒരു വ്യക്തി വിശ്വാസം എന്ന് പറയുന്ന അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയാം. എന്തറിയാമോ? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകാൻ വരുന്നവനോട് വ്യവഹരിക്കരുത്, അവനോട് കേസ് നടത്തരുത്, തിരികെ കിട്ടുമെന്ന് വിചാരിച്ച് വായ്പ കൊടുക്കരുത്. എന്ന് പറഞ്ഞാൽ കൊടുത്താൽ പിന്നെ അത് പോയെന്ന് കൂട്ടിക്കോണം. എനിക്ക് ഒരാൾ കുറെ അധികം പൈസ തരാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർക്കുമ്പോഴൊക്കെ ഈ മനുഷ്യനെ, എൻ്റെ നല്ല സുഹൃത്താണ്, ഇപ്പോഴും സുഹൃത്താണ്, ഞാൻ വിളിച്ചിട്ട് പൈസ വല്ലതും ആയോ എന്ന് ചോദിക്കും. ചോദിക്കാൻ ആഗ്രഹമുള്ളതല്ല, നമ്മുടെ നിവൃത്തികളോട് ചോദിക്കുന്നതാണ്. എന്നാൽ ഒരിക്കൽ കർത്താവ് ഈ വചനം എൻ്റെ ഉള്ളിൽ തറഞ്ഞു. എന്താണ്? തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കരുത്. ഞാൻ യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഒരാളാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എൻ്റെ ഉള്ളില് ആ ഒരു ഒറ്റ വാക്യം വായിച്ചതോടുകൂടി ഇത് പതിഞ്ഞു, ഇനി മേലാൽ ഈ പൈസ തിരിച്ചു ചോദിക്കരുത്. ഞാൻ സത്യസന്ധമായിട്ടത് എല്ലാവരും കേൾക്കാനല്ലേ പറയുന്നേ. പിന്നെ ഇന്ന് വരെ ഞാൻ തിരിച്ചു ചോദിച്ചിട്ടില്ല. കാരണം യേശുവിലുള്ള എൻ്റെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, എന്നെ കൊണ്ട് ഇനി ജന്മത്ത പൈസ തിരിച്ച് ചോദിപ്പിക്കില്ല. കാരണം വിശ്വാസത്തിനകത്ത് ഈ അനുസരണം വരാത്ത എല്ലാ വിശ്വാസവും തട്ടിപ്പാണ്. ചുമ്മാ പറയുന്നതാണ്.
വിശ്വസിക്കുന്നു. ശരിക്കും വിശ്വസിച്ചിട്ടില്ല. വിശ്വസിച്ചാൽ ഒരു വ്യക്തി അനുസരിച്ചിരിക്കും. വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. അതായത് നമ്മളല്ലാതെ ഈ പല ആളുകളും പലതും ചെയ്യുന്നത് വിശ്വാസമൊന്നും ഇല്ലാഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നീ ഭിക്ഷ കൊടുക്കുമ്പോൾ ആരെയും കാണിക്കാൻ വേണ്ടി എന്തിനാ കൊടുക്കുന്നത്? ഭിക്ഷ കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ ഉള്ളിൽ വേദന വരും കൊടുത്തില്ലെങ്കിൽ. ഉപവസിക്കുന്നത് നമ്മുടെ ഉള്ളിൽ പ്രയാസം വരും. എനിക്ക് ഒരു കുടുംബത്തിൽ ചെല്ലുമ്പോൾ അവർ നല്ല ഭക്ഷണം തരും. ഭക്ഷണം തരുന്ന സമയത്ത് ഞാൻ പറയും, എനിക്ക് ഇങ്ങനെ ഭക്ഷണം തരരുത്. കാരണം എന്താ? എനിക്ക് വേദന വരികയാണ് ഇത്രയും നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ. അതായത് 3 നേരവും മൂക്കുമുട്ട തിന്നുമ്പോൾ ഉള്ളിലൊരു വേദന വരും. എന്താ വേദന? ദൈവമേ, എന്തോരം പേര് പട്ടിണി കിടക്കാണ്, എന്തോരം പേർക്ക് ഭക്ഷണം ഇല്ല. അപ്പൊ ആ വേദന വന്നിട്ട് നമ്മൾ പറയും, ഓ ഇത് വേണ്ടാന്ന് വെക്കും. ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഉപവസിച്ചിട്ട് പബ്ലിസിറ്റി കൊടുക്കല്ല, ബാനർ കിട്ടി ഉപവസിക്കല്ല, മറിച്ച് തന്നെ ഉപവസിക്കുമെന്ന്, തന്നെ ഉപവസിക്കും, തന്നെ ദാനധർമ്മം ചെയ്യും. ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കും. മനസ്സിലായോ? ഇതാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതായത് കാത്തലിക് സാൽവേഷൻ അല്ലെങ്കിൽ കത്തോലിക്കർ ബൈബിളിലെ രക്ഷ വിശ്വാസാടിസ്ഥാനത്തിലാണോ പ്രവൃത്തി അടിസ്ഥാനത്തിലാണോ? അപ്പം മെയിനായിട്ട് പ്രൊട്ടസ്റ്റന്റ് ഹോൾഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയും, ഞങ്ങൾ വിശ്വാസത്താൽ രക്ഷ പ്രാപിച്ചു. അപ്പം നിങ്ങൾ പ്രവൃത്തിയിലൂടെ രക്ഷ പ്രാപിക്കുന്നു. അപ്പം സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ രക്ഷ പ്രാപിക്കുന്നേ ഉള്ളൂ. ശരിക്കും സൽക്കർമ്മത്തിലൂടെ രക്ഷ എന്നുള്ളതാണോ? ഒരിക്കലും അല്ല. അത് കാത്തലിക് തിയോളജി ശരിക്കും മനസ്സിലാവാത്തിട്ടാണ്. അതാ ഞാൻ പറഞ്ഞത്. അതായത് കത്തോലിക്ക സഭയുടെ മാർട്ടിൻ ലൂതർ പോലും അല്ലേ? അതെ ഞാൻ പറയുന്നത്, ശരിക്കും ശരിയായ പ്രബോധന ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടാണ്. എല്ലാവരും പറയുകയാണ് ഇവരിങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്ന്. ഞങ്ങൾ അങ്ങനല്ല വിശ്വസിക്കുന്നത്. ഇപ്പോ കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കുക എന്ന് പറയുന്ന ഒറ്റ കാര്യം എടുത്താൽ പോരെ? ആ ഒറ്റ കാര്യം എടുത്താൽ പോരെ? അതായത് ഇവന്റെ ഒരു പ്രവൃത്തി കൊണ്ടും അല്ല അവൻ നീതീകരിക്കപ്പെടുന്നത് എന്നത് തെളിയിക്കാൻ കുട്ടികൾക്ക് മാമോദീസ കൊടുക്കുന്നത് മാത്രം എടുത്താൽ പോരെ? ഒരു മനുഷ്യന്റെ ഒരു പ്രവൃത്തി കൊണ്ടും അല്ല അവൻ നീതീകരിക്കപ്പെടുന്നത്. യേശുക്രിസ്തുവിന്റെ സൗജന്യ ദാനമാണ് രക്ഷ. ഇനി അപ്പോ നിങ്ങൾ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. എന്താണ് കർമ്മങ്ങൾ? കർമ്മങ്ങൾ എന്ന് പറയുന്നത് 2 രീതി മനസ്സിലാക്കണം. ഒന്ന്, യേശുക്രിസ്തുവിന്റെ രക്ഷ സ്വീകരിക്കാനുള്ള ചാനലുകൾ. എനിക്ക് എൻ്റെ കോണ്ടക്സ്റ്റിൽ എനിക്ക് കുർബാനയെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി. എന്താണ്? എനിക്ക് എൻ്റെ ഈ 2019 ഡിസംബർ 27 എൻ്റെ കർത്താവിൻ്റെ ജീവൻ എൻ്റെ ഉള്ളിൽ നിരന്തരമായിട്ട് നിലനിൽക്കണം. അപ്പോൾ ഞാൻ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. അപ്പോൾ അതിനെ ഒരു കർമ്മം അങ്ങനെയല്ല അത് കാണുന്നത്. അത് ആ രക്ഷ സ്വീകരിക്കുന്ന വഴികൾ. ഇപ്പം നമ്മളിതെല്ലാം ഇപ്പം നമ്മുടെ ലൂയി പാസ്റ്റർ പേപ്പട്ടി വിഷത്തിന്റെ പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചു. എന്നെ പേപ്പട്ടി കടിച്ചു. ഞാൻ ഇരുന്നിട്ട് പറയാണ്, ഞാൻ വീട്ടിൽ ഇരിക്കുകയാണ്, എന്നിട്ട് ഞാൻ കാല് വാട്ടിക്കൊണ്ട് പറയാണ്, മാർട്ടിൻ ലൂതർ പേപ്പട്ടി വിഷത്തിന്റെ പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ കുരച്ച് മരിക്കും. ലൂയി പാസ്റ്റർ കണ്ടുപിടിച്ച പേപ്പട്ടി വിഷത്തിന്റെ പ്രതിരോധ മരുന്ന് എൻ്റെ വീടിന്റെ അടുത്ത്, എൻ്റെ വീട്ടുമുറ്റത്ത് കർത്താവ് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഞാനത് എടുത്ത് കഴിക്കണ്ടേ? ഇഞ്ചക്ട് ചെയ്യണ്ടേ? ഇതാണ് ഒരു തരത്തിൽ സഭയിലെ പ്രവൃത്തികൾ. എന്താണ്? രക്ഷ എന്നിലേക്ക് കടന്നു വരുന്ന ചാനലുകൾ. ഞാനെടാ മേശ തുറന്ന് ഇതെടുത്ത് കഴിക്കണ്ടേ? ഈ ചോക്ലേറ്റ് ഞാൻ വന്ന് എടുക്കണ്ടേ? അല്ലാതെ ചുമ്മാ കാര്യം കാട്ടിയിരുന്നാൽ മതിയോ? ഇല്ല. അതിനുള്ള ദൈവത്തിന്റെ കൃപയാണ്. അതാണ്, അത് എടുക്കാനുള്ള പ്രേരണ തരുന്നത് ദൈവമാണ്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അങ്ങനെ ഒരു നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മളത് സ്വീകരിക്കുന്ന വഴിയാണ്. അപ്പൊ ഈ സാക്രമെന്റിനെ കുറിച്ച് പറയുമ്പോൾ വിശ്വസിക്കുന്നത് പോലും പിന്നെയും ഒരു അതിനേക്കാൾ എക്സ്ട്രീമായിട്ട് പറയുന്നത് ചർച്ചാണ്. കാരണം അവിടെ മനുഷ്യനൊന്നും ചെയ്യാനില്ല. അവന് കർത്താവ് പറഞ്ഞ നീ ഇങ്ങനെ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യേ എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യുമ്പോൾ അതെൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് കിട്ടുന്നു. ഇനി രണ്ടാമത്തെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഉള്ളിലേക്ക് കർത്താവിൻ്റെ കൃപ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈശോ പറഞ്ഞ വചനങ്ങളെല്ലാം അനുസരിക്കാൻ നമുക്ക് ഭയങ്കര താല്പര്യം വരും. നമ്മുടെ അകത്തിരുന്ന് കർത്താവ് തന്നെ അവന്റെ പ്രവൃത്തികൾ ചെയ്യും. നമ്മുടെ ഉള്ളിലിരുന്ന്, അതായത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതല്ല, കർത്താവ് എൻ്റെ അകത്തിരുന്ന് എല്ലാം ചെയ്യുന്നതാണ്. കർത്താവിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതല്ല, മറിച്ച് എൻ്റെ ഉള്ളിലിരിക്കുന്ന കർത്താവ് അവന്റെ പ്രവൃത്തികൾ ചെയ്യുന്നതാണ്. ഇതാണ് ക്രിസ്തീയ ജീവിതം. യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം അതാണ്. അതിനെന്താണ്? അതിൽ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ വിശ്വസിച്ച് കർത്താവ് ചെയ്ത പ്രവൃത്തികൾ വിശ്വസിച്ച് സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ കത്തോലിക്ക സഭയിൽ ഇഷ്ടം പോലെ വിശുദ്ധരുണ്ട്. എന്തുകൊണ്ടത്?
വിശുദ്ധരാവാതിരിക്കാൻ പറ്റാത്ത വിധം കർത്താവിൻ്റെ സൗജന്യ ദാനം ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇഷ്ടംപോലെ വിശുദ്ധരുണ്ടാവും. സഭ പേര് വിളിച്ച വിശുദ്ധർ വളരെ കുറച്ചേ ഉള്ളെങ്കിലും ഇഷ്ടംപോലെ ആളുകൾ, അതായത് ഹൃദയം തുറന്ന് ഒന്നും തങ്ങൾക്ക് വേണ്ടി നേടാതെ എല്ലാം ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുത്ത് എല്ലാ കാര്യങ്ങളും കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്ത് ജീവിക്കുന്ന എത്രയോ എത്രയോ മനുഷ്യർ.